രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുള്ള തീരുമാനത്തെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്ത് സന്ദേശമാണ് രാഹുൽ ഗാന്ധി ഈ തീരുമാനത്തിലൂടെ ഇന്ത്യക്കും കേരളത്തിലും നൽകുന്നത് എന്നാണ് പിണറായി വിജയന്റെ ചോദ്യം. കേരളത്തിൽ അദ്ദേഹം മത്സരിക്കുന്നത് LDFനോടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. മതേതര ചേരിയെ തകർക്കുക എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നതെങ്കിൽ എന്ത് സന്ദേശമാണ് അദ്ദേഹം രാജ്യത്തിന് നൽകുന്നത് എന്നാണ് പിണറായി വിജയന്റെ പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം BJPയെ പരാജയപ്പെടുത്തുകയല്ല, മറിച്ച് കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർക്കുകയാണ് എന്നുള്ളതാണ്. അതുതന്നെ BJPക്ക് കരുത്തു പകരുന്ന സന്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകുന്നത്. ഒരു കാരണവശാലും ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ അത്തരമൊരു തീരുമാനം രാഹുൽ ഗാന്ധി എടുക്കാൻ പാടില്ലായിരുന്നു. കേരളത്തെ സംബന്ധിച്ച് LDFന് നിർണായകമായ സ്വാധീനമുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി വന്നാലും ഇല്ലെങ്കിലും LDF ജയിക്കുക തന്നെ ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ വരവ് അപ്രതീക്ഷിതമാണെങ്കിലും അത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾക്കും കേരളത്തിൽ ഇടയാക്കില്ല. കാരണം ഇടതുപക്ഷത്തിന് കൃത്യമായ അടിത്തറയുള്ള മണ്ണാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയില്ല. മാത്രമല്ല, അദ്ദേഹം മത്സരിക്കുന്നത് രാജ്യത്തിന് നൽകുന്ന സൂചനകൾ വളരെ തെറ്റായ സൂചനയാണ് നൽകുന്നത്. BJPയെ പരാജയപ്പെടുത്തുന്നതിന് പകരം അദ്ദേഹം കേരളത്തിൽ വന്ന് LDFനെ വെല്ലുവിളിക്കുന്നതാണ്. ഇത്തരമൊരു നടപടി ഒരു കാരണവശാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അംഗീകരിക്കാനാകില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മാത്രമല്ല, LDFനെ പരാജയപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഒരു തരത്തിലും അനുകൂലമാകില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇടതുപക്ഷത്തിന് വളരെ ശക്തമായ അടിത്തറയുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇടതുപക്ഷം ബഹുഭൂരിപക്ഷം സീറ്റുകളിലും വിജയിച്ചുകൊണ്ട് സാന്നിധ്യം അറിയിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത്.